പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്ത് നോക്കി, പല പല ബിസിനസ്സുകൾ ചെയ്ത് നോക്കി, പല കാര്യങ്ങൾ ചെയ്തിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നില്ല. ഓരോ ദിവസം ചെല്ലുന്നോറും നിങ്ങൾ സാമ്പത്തികമായ കാര്യത്തിൽ ഫ്ലോപ്പായി വരികയാണ്. അങ്ങനെയുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണേണ്ടതാണ്. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഫിനാൻഷ്യൽ പ്രോഗ്രസ്സും ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന് ഡിവൈൻ ടൈം ഉണ്ട് എന്നുള്ളത്. പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്ത് നോക്കി, മെഡിറ്റേഷനിലൂടെയും പ്രെയറിലൂടെയും കടന്നുപോയി, പല കാര്യങ്ങളും ചെയ്തു നോക്കി. പക്ഷേ സാമ്പത്തികമായ പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അതിനൊരു ഡിവൈൻ ടൈം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴാണ് ഒരു സ്റ്റെബിലിറ്റി വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ്. അതായത് ഒരുപാട് കടബാധ്യതകൾ നിങ്ങൾക്കുണ്ടായിരുന്നു, എന്നാൽ അത് പതിയെ പതിയെ നിങ്ങൾ ആ കടങ്ങളെല്ലാം തീർത്തു വരികയാണ്. ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നത് എപ്പോഴാണ് എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സ്ട്രഗിൾ പോലെ നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു, എന്നാൽ പതിയെ പതിയെ അവ തീർത്തു വരികയാണ്. ഈ ഓവർ ബർഡനായി നിന്ന ബാധ്യതകളെല്ലാം തീർത്തതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ തോതിൽ മണി സേവ് ചെയ്യാൻ കഴിയുകയാണ്. ഇത് സെക്കൻഡ് സ്റ്റേജാണ്, നിങ്ങളുടെ ലൈഫിൽ വരുന്ന സെക്കൻഡ് സ്റ്റേജാണത്. ചെറിയ തോതിൽ മണി നിങ്ങൾ സേവ് ചെയ്യുകയാണ്. പിന്നെ ആ സേവിങ്സിൻ്റെ അളവ് കൂടി കൂടി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ സേവിങ്സിന് നിങ്ങൾ എമർജൻസി ഫണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായ സേവിങ്സ് ഫണ്ടെന്നും ആവശ്യത്തിന് തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം എമർജൻസി ഫണ്ടുണ്ട്, സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന ഫണ്ടുമുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിനൊരു മാറ്റം വന്നു തുടങ്ങുകയായി. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആളുകളും നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കും. ഈ ഹെൽപ്പ് ചോദിക്കുന്ന ആളുകൾ അതിന് ഡിസർവഡ് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അതായത് ഈ ചോദിക്കുന്ന ആളുകൾ അതിന് അർഹരാണോ, അല്ലെങ്കിൽ അവർ പണം ധൂർത്തടിക്കുന്ന ആളുകളാണോ, അവർ ആ പണം അർഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ തീർത്തും സഹായിക്കേണ്ടത് ഒട്ടും തന്നെ ആരോഗ്യസ്ഥിതി ഇല്ലാത്തതും സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ടുള്ള ആളുകളെയുമാണ് സഹായിക്കേണ്ടതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കുക, മറ്റുള്ളവരിൽ നിന്നും എസ്കേപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ സേവ് ചെയ്ത മണിയിൽ നിന്നും കുറച്ച് ഭാഗം ഏതെങ്കിലും തരത്തിലൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് മണി മൾട്ടിപ്പിളായി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി അതിൽ നിന്ന് കൂടുതൽ പണം സേവ് ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ് ആയിരിക്കാം. അപ്പോൾ നല്ലവണ്ണം അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പ്രോഗ്രസ് ആവുമോ എന്ന് കരുതി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ മണി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയാവുന്നതാണ്. ലാസ്റ്റ് പോയിന്റ് എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഗ്രൗണ്ടഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് പണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ, നിങ്ങളുടെ കഠിന പരിശ്രമം കൊണ്ട് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞു, ലൈഫിൽ നിങ്ങൾ എസ്കേപ്പായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൗണ്ടഡ് ആയിരിക്കുക എന്നുള്ളതാണ്. എന്താണ് ഗ്രൗണ്ടഡ്? അതായത് അഹങ്കാരം ഇല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുപോലെ എപ്പോഴും ബി പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എന്ത് ആണ് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവായ കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യും. പോസിറ്റീവ് ചിന്തകളാണെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യും. പക്ഷേ എപ്പോഴും ഗ്രൗണ്ടഡ് ആയിരിക്കുക, അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സമൂഹത്തിൽ നിങ്ങളുടെ പൊസിഷൻ മാറി വരുന്നതായിട്ട് കാണാം. ധനസമൃദ്ധി വരുന്നതോടുകൂടി നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ലൊരു പൊസിഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ സാമ്പത്തിക വർധനവ് വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാവുന്നതാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല നിങ്ങൾക്ക് ധനം ലഭിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല ധനം ലഭിക്കുന്നത്, പകരം ഡിവൈൻ ടൈമിലാണ്. അതായത് നിങ്ങളുടെ ബിസിനസ് പ്രോഗ്രസ് ആവാനും നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവാനും ഡിവൈൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് നിങ്ങൾക്ക് ധനസമൃദ്ധി വരുന്നത്.